ഒരിക്കൽ മഹാനായ ഇബ്രാഹിം ബിൻ അദ്ഹം തങ്ങൾ ഇമാം ഖുശൈരിയുടെ റിസാലയിൽ ഈ സംഭവം പറയുന്നുണ്ട്. ഇബ്രാഹിം ബിൻ അദ്ഹം തങ്ങൾ മക്കത്ത് പോയി. അപ്പോൾ ആരുമില്ലാത്തൊരു സന്ദർഭം കാത്തിരിക്കുകയാണ്. മൂപ്പർക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് തവാഫ് ചെയ്തിട്ട് ഒച്ചത്തിൽ അള്ളാഹിനോട് സംസാരിക്കണം. അതാണ് മൂപ്പര് ആഗ്രഹം. അപ്പോൾ മതാഫിൽ ആരും ഇല്ലാത്തൊരു സന്ദർഭം, പണ്ട് ഇപ്പോഴത്തെ പോലെയല്ല, പണ്ട് ആൾക്കാർ കുറവാണല്ലോ. പക്ഷെ അങ്ങനത്തെ ഒരു സന്ദർഭം ഒത്തു വന്നിട്ടില്ല. എപ്പോഴും 1-2 ആളുകൾ ഉണ്ടാവും. അങ്ങനെ കാത്തിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു രാത്രി നല്ല മഴ പെയ്തു. അപ്പോൾ എല്ലാവരും അവരവരെ വീട്ടിൽ പോയി. മതാഫ് കാലിയായി. മൂപ്പര് മഴത്തിറങ്ങിയിട്ട് തവാഫ് ചെയ്തു. 7 തവാഫിൽ മൂപ്പര് ഒറ്റൊരു കാര്യം അള്ളാഹിനോട് ചോദിച്ചിട്ടുള്ളൂ. അല്ലാഹുമ്മ അഹ്സിംനി, അല്ലാഹുമ്മ അഹ്സിംനി. അള്ളാഹു നീ എനിക്ക് പാപ സുരക്ഷിതം നൽകണം, പാപത്തിൽ നിന്ന് സംരക്ഷണം നൽകണം. ഈ ഒറ്റൊരു പ്രാർത്ഥനയാണ് 7 തവാഫിലും മഹാൻ പറഞ്ഞത്. അങ്ങനെ 7ാമത്തെ തവാഫിന് ശേഷം മഹാൻ ഒരു അശ്രീരി കേട്ടുന്നാണ്. അശ്രീരിയിൽ ഇങ്ങനെ പറയാണ്: യാ ഇബ്രാഹിം, ആദം നബി തൊട്ട് ഇതുവരെയുള്ള നന്നാവണം എന്ന് വിചാരിച്ച ആളൊക്കെ ചോദിച്ചൊരു പ്രാർത്ഥനയാണ് നീ ഇപ്പം എന്നോട് ചോദിച്ചത്. അല്ല, നീ ആദ്യമായിട്ട് ചോദിക്കുന്നൊന്നല്ല. ആദം നബി തൊട്ട് ഇതുവരെയുള്ള നന്നാവാൻ എന്നിലേക്ക് അടുക്കാൻ ആഗ്രഹിക്കുന്നവരുടെയൊക്കെ പ്രാർത്ഥന ഇതാണ്: പാപ സുരക്ഷിതം നൽകണമെന്ന്. നമ്മൾ ചിലപ്പം പ്രാർത്ഥിക്കാറില്ലേ, പാപത്തിൽ നിന്ന് സുരക്ഷിതം നൽകണം. ഞാനത് നൽകാറില്ല. ഞാൻ നീ പറഞ്ഞതല്ല നൽകിയാൽ ഈ ലോകത്ത് എനിക്ക് ആരോടാണ് റഹ്മത്ത് കാണിക്കാൻ പറ്റുക? എല്ലാവർക്കും ഞാൻ പാപസുരക്ഷിതം നൽകിയാലേ പിന്നെ ആരോടാണ് ഞാൻ എൻ്റെ റഹ്മത്ത് കാണിക്കേണ്ടത്? ഞാനൊന്ന് ആലോചിച്ചു. അപ്പൊ ഈ കുറ്റം ചെയ്യൽ ഒരു തരം റഹ്മത്താണ്. കുറ്റം ചെയ്യൽ ഒരു തരം റഹ്മത്താണ്. ചിലപ്പോൾ കുറ്റം ചെയ്തിട്ട് നമുക്ക് പിന്നെ പ്രയാസം വന്ന് അള്ളാഹിനോട് പടച്ചവനെ പറ്റിപ്പോയി എന്ന് പറയുന്നത് റഹ്മത്താണ്. അങ്ങനത്തെ ആളുകളിൽ എല്ലാവരും ഇവിടെ നല്ലവരാണെങ്കിൽ പിന്നെ അള്ളാഹിന്റെ റഹ്മത്തിനെ കൊണ്ട് കാര്യമില്ലല്ലോ, അല്ലേ?